ജോലി വാഗ്ദാനം ചെയ്ത തായ്ലൻഡ് വഴിയുള്ള മനുഷ്യക്കടത്തിൽ തട്ടിപ്പിനിരയായ മലയാളി യുവതിയുടെ കുടുംബം മോചനത്തിനായി പണം നൽകി. കൊല്ലം സ്വദേശി ബിനി തുളസീധരന്റെ കുടുംബമാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് പണം നൽകിയത്. മ്യാൻമാറിൽ നിന്നും യുവതിയെ ഉടൻ തന്നെ തായ്ലൻഡിലേക്ക് എത്തിക്കുമെന്നാണ് വിവരം. ഷമീർ അബ്ദുൽ ചേർന്നു. ഷമീർ, എന്താണ് വിവരങ്ങൾ? സേതുലക്ഷ്മി, കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ബിനി തുളസീധരൻ തായ്ലൻഡിലേക്ക് പോകുന്നത്. ഇതിനുശേഷം ട്രൂ ടച്ച് എന്ന കമ്പനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഈ പെൺകുട്ടി അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ഈ പെൺകുട്ടിയെ മ്യാൻമാറിലേക്കാണ് കടത്തിയത്. പിന്നീട് കുടുംബത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പെൺകുട്ടി വീട്ടിൽ വിളിച്ച് ഇത്തരത്തിൽ മ്യാൻമാറിൽ അകപ്പെട്ട വിവരം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും ചില കാലതാമസങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോചനത്തിനായി ഇവർ ആവശ്യപ്പെട്ട 4000 തായ് ബാത്ത ഇവരുടെ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ കൈമാറി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പെൺകുട്ടിക്ക് അവിടെ ഭക്ഷണം ലഭിക്കുന്നില്ല, വസ്ത്രം ലഭിക്കുന്നില്ല. അങ്ങനെ കൊണ്ടുപോയ ബാഗ് അടക്കം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ മോചനദ്രവ്യം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രധാനമായും ചെയ്യുന്നത് ഇവരുടെ മേവാടി പ്രവിശ്യയിൽ നിന്നും തായ്ലൻഡിൻ്റെ ബോർഡറിലേക്ക് എത്തിച്ച് തായ്ലൻഡ് പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് ഈ പെൺകുട്ടിയെ എത്തിക്കും. ഇതിനുശേഷമായിരിക്കും ഇന്ത്യൻ എംബസി ഇടപെടുക. ഇതിനുശേഷം ഈ പെൺകുട്ടിയെ അവിടെ ജയിൽവാസത്തിന് ശേഷം മാത്രമായിരിക്കാം ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത നടപടികളടക്കം നടക്കുക. അത് ഇന്ത്യൻ എംബസി നടത്തുമെന്നാണ് ഈ അവസരത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മോചനദ്രവ്യം ഇന്നലെയോടുകൂടി കുടുംബം കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ തായ്ലൻഡ് ബോർഡർ കടത്തും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ശ്രീലക്ഷ്മി, വ്യക്തമാണ്. അപ്പോൾ ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.